നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. Anger is a poison to spirituality. Unless we are free from this plague, moderation can never be obtained. The effect of anger is that the system becomes heavy and tension is produced. There will be continuous pressure on thought. This human frailty leads to loss of self-respect and individuality and results in unhappiness. This does not allow the free and subtle current to enter. In other words, it restrains the flow of divine grace. നമ്മുടെ സംഭാഷണം നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ആ സ്റ്റേറ്റിന്റെ എക്സ്പ്രഷൻ ആയിരിക്കണം എന്നാണ് ലാലാജി മഹാരാജ് നമുക്ക് പറഞ്ഞിരുന്നത്. ആ ഡിവൈൻ കറൻസ് ആയിരിക്കും നമ്മളിലൂടെ പുറത്തേക്ക് ഒഴുകേണ്ടത്. ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും. പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈൻ എക്സ്പ്രഷൻ കാണാൻ സാധിക്കും. സർവചരാചരങ്ങളും അവരുടെ ആ എക്സിസ്റ്റൻസിനെ യാതൊരു എതിർപ്പുമില്ലാതെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റൻസിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു തുമ്പപ്പൂവ് എങ്ങനെയാണ് ആവേണ്ടത്, ഒരു താമരപ്പൂവ് എങ്ങനെയാണ് ആവേണ്ടത്, ഒരു തവള എങ്ങനെയാണ് ആവേണ്ടത്, ഒരു മുതല എങ്ങനെയാണ് ആവേണ്ടത്, ഒരു സിംഹം എങ്ങനെയാണ് ആവേണ്ടത്, പഠിപ്പിക്കേണ്ട കാര്യമില്ല. നാച്ചുറൽ എക്സ്പ്രഷനാണ്. ആ ജീവിതം ജീവിക്കുന്നു. ആ സ്റ്റേറ്റിൽ നിന്നും ഉയരുമ്പോൾ, അഹംബോധം ഉടരുമ്പോൾ, അഹംബോധം ക്രമേണ ഈ സൃഷ്ടിയുടെ ഓരോ ഭാഗങ്ങളിലേക്കും കണക്റ്റഡ് ആവും. സൃഷ്ടിയുടെ ഈ വൈബ്രേറ്ററി തലങ്ങൾ നമുക്ക് നോക്കിയാൽ ആത്മാവ്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ എല്ലാം വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ട് ഒരു ഫ്ലോ ആണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവുന്നത്. പുഴയൊഴുകുന്ന പോലെ അവിടെ ഒരു തരത്തിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒഴുകുകയാണെങ്കിൽ ഒറിജിനും സ്രോതസ്സും തമ്മിൽ സിമിലർ ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കും. നമുക്ക് ഒരു പുഴയുടെ ഏറ്റവും താഴെ നിന്നാലും അതിന്റെ പ്യൂർ ഫ്ലോ നമുക്ക് ലഭിക്കുന്നു.
ഒറിജിനെ നമുക്ക് കാണാൻ സാധിക്കും. പെർഫെക്റ്റ് ആയിട്ട് ഒരു മിറർ പോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓരോ ജീവിയും ശരിക്കും റിഫ്ലക്ഷനാണ്, ഡിവിനിറ്റിയുടെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോ മരങ്ങളുടെ ഇടയിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ശാന്തത അനുഭവിക്കുന്നത്. അതില് ഈഗോ ഇടപെടാൻ തുടങ്ങും. ഞാൻ എന്നുള്ള ഭാവം ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് ഡിസ്റ്റർബൻസ് വരാൻ തുടങ്ങും, കോമ്പറ്റീഷൻ വരുന്നു. മൃഗങ്ങളിലേക്ക് വരുമ്പോൾ ചേഞ്ച് അറിയാൻ പറ്റും. അവരൊരു സാമ്രാജ്യം അവരുടേതാക്കാൻ ശ്രമിക്കുന്നു, ഹിംസ സ്വഭാവം വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഡിസ്കംഫേർട്ട് വരും, ഡിസ്ഹാർമണി വരും. ഒരു സിംഹം അലറുമ്പോൾ എല്ലാവരും ഓടിപ്പോകുന്നു, നമ്മളാലും പേടിച്ചു. ഒരു ആന വരുമ്പോൾ മരങ്ങളൊക്കെ നശിപ്പിച്ച് വരുന്നു, അവർക്ക് അവരുടെ വഴി വേണം. ആനയ്ക്ക് ആനയുടെ വഴി എന്ന് പറയും, അതതിന്റെ നാച്ചുറൽ സ്വഭാവമാണ്. പക്ഷെ ആ താളത്തിനെ ക്രമേണ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാവാൻ സാധിക്കും. മനുഷ്യ തലത്തിലെത്തിയപ്പോൾ അത് വളരെയധികം ഡെവലപ്ഡായി. ആ ഒറിജിനലായിട്ട് ഫ്ലോയിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള ആ ഒരു സ്വഭാവം മനുഷ്യരിൽ വളരെയധികം കാണാൻ സാധിക്കും. സ്വന്തം കംഫർട്ട്, സെൽഫിഷ്നെസിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ എവിടെയൊക്കെ സെൽഫിഷ്നെസ്, അഹങ്കാരം കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ആ ഒറിജിനലായിട്ടുള്ള ഫ്ലോ തടസ്സപ്പെടുന്നു. ആ ഒറിജിനലായിട്ടുള്ള ഫ്ലോ ആണ് കർമ്മ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവാധ്യാത്മ ഉച്ചരേ. അതിനുശേഷം ഭൂതഭാവോദ്ഭവകരവും, അതാണ് കർമ്മം എന്ന് പറയുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം ഒക്കെ നിലനിർത്തുന്ന ആ ഫ്ലോ, അതാണ് കർമ്മം. അപ്പൊ കർമ്മത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ആ കർമ്മത്തിന്റെ ഫ്ലോയിൽ ഇടപെട്ടിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നമ്മൾ അട്രാക്റ്റഡ് ആകുമ്പോൾ, അറ്റാച്ച്ഡ് ആകുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആവുന്നു. അവിടെയാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടംഡ് ആവുന്നു. വിഷമങ്ങൾ അനുഭവിക്കുന്നതും സന്തോഷം അനുഭവിക്കുന്നതും സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, എക്സ്പീരിയൻസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാം പ്രപഞ്ചത്തിൽ താളമാണെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പ്രപഞ്ചത്തിൽ താളാണ്. രാവിലെ നല്ലതാണ്, രാത്രി മോശമാണ്, അല്ലെ രാത്രി നല്ലതാണ്, രാവിലെ മോശമാണ്, പകല് മോശമാണ് എന്നുള്ള സെപ്പറേഷൻ നമ്മളാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ രാത്രി ഇന്നൊരു ജോലി ചെയ്യുന്നു, രാവിലെ കിടന്നുറങ്ങുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ലോകത്തെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നിരുന്നു. വെള്ളത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, നമുക്ക് നമ്മുടേതായിട്ടൊരു വീട്, ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിൽ വീട്, മറ്റുള്ളവരുടെ വിഷമമൊന്നും ആലോചിക്കുന്നില്ല, മറ്റുള്ള ജീവജാലങ്ങളുടെ വിഷമമൊന്നും ആലോചിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വണ്ടി ഓടിക്കാൻ ദേശീയ പാതകള്, നമുക്ക് എവിടുന്നോ എങ്ങോട്ടൊക്കെ പോകണം, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാ യാത്ര ചെയ്യണമെന്ന് അറിയില്ല. പ്ലെയിൻ ആകാശത്തോടെ പോകുന്നു, സ്പേസിലേക്ക് സാറ്റലൈറ്റ്സ് വിക്ഷേപിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇന്റർഫിയറൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോഴും കൂടി എങ്ങനെയാണ് പ്രകൃതിയുടെ താളവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുക? ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് തോന്നില്ല ഇപ്പോ. പക്ഷെ എങ്ങനെയാണ് താളവുമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുക? അവിടെയാണ് സംഭാഷണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, വെയിറ്റിംഗ്, പേഷ്യൻസ്, എല്ലാത്തിനും കാത്തു നിൽക്കുക. ഈ വേഗതകളൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്ന തരത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, ധൃതി പിടിക്കരുത്. മഹാത്മാഗാന്ധിജി തന്റെ ജീവിതത്തിൽ ഇതാണ് കാണിക്കാൻ നോക്കിയത്. ഒരു ഓർഗാനിക് ആയിട്ട് ഒരു ഗ്രോത്ത് വേണം, വില്ലേജിൽ നിന്നും വളരണം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേഗത കൂട്ടാൻ ശ്രമിക്കും, മറ്റുള്ളവർ സഫർ ചെയ്യുന്നു. അതാണ് ഗ്രാമങ്ങൾ സഫർ ചെയ്യുന്നു. പട്ടണങ്ങൾ വളരുമ്പോൾ ഗ്രാമങ്ങൾ സഫർ ചെയ്യുന്നു. അപ്പോൾ ഗ്രാമങ്ങൾ വളരണം, അവിടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കലകൾ വളരണം, അവരുടെ നാച്ചുറൽ ആയിട്ട് ടെൻഡൻസീസിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുക. അതാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് മഹാത്മാഗാന്ധി ചെയ്തത്. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ മോശമാക്കാൻ പാടില്ല. ഹൈജീൻ, എഡ്യൂക്കേഷൻ, ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ, പുറമേയും അകത്തും ഒരുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ. അപ്പോൾ അവിടെയും ഈ കമ്മ്യൂണിക്കേഷൻ, നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന് മഹാത്മാഗാന്ധിജി വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരിക്കലും വയലൻസ് അവിടെ ഉണ്ടാവരുത്. അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കാം നമ്മുടെ സംഭാഷണം. അപ്പൊ അവിടെ ദേഷ്യത്തിന് യാതൊരു റോളും ഇല്ല എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. ദേഷ്യം പുറമേ പ്രകടിപ്പിക്കുന്നത് ആണ് നമുക്ക് പ്രശ്നം. നമുക്ക് പറ്റാത്ത ഒരു കാര്യം, നമ്മുടെ ആഗ്രഹപ്രകാരമല്ല കാര്യങ്ങൾ നടക്കുന്നത് എങ്കിലാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പൊ ദേഷ്യത്തിന്റെ കാരണം നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ മുൻവിധികളാണ്. എനിക്കിത് ഇഷ്ടമല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഒച്ചപ്പാടുണ്ടാക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുന്നില്ല. ചിലപ്പോൾ അതായിരിക്കും ശരി. പിന്നെ അവർക്ക് ആ സ്പീഡിൽ എത്താൻ പറ്റില്ല. ഒരു കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ ലേബിൾ പഠിക്കാൻ സമയം എടുത്തു വരാം.
കുട്ടീനെ അടിച്ചിട്ട് കാര്യമില്ല, അവന് പറ്റുന്നില്ല. ചില കുട്ടികൾക്ക് പറ്റില്ല, ചിലർക്ക് പാട്ട് പാടാൻ പറ്റില്ല, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല, നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. മറ്റുള്ളവർ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന് ചെല്ലുക, നമ്മുടെ ഇഷ്ടപ്രകാരം അതിനെ മാറ്റാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ദേഷ്യത്തിന്റെ ഫീച്ചേഴ്സ്. ആങ്കർ ഇസ് പോയ്സൺ ടു സ്പിരിച്വാലിറ്റി എന്ന് ലാലാജി മഹാരാജ് പറയുന്നുണ്ട്. അപ്പൊ ഈ ദേഷ്യത്തെ നമ്മൾ ട്രാൻസ്മ്യൂട്ടേറ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ ഈ ദേഷ്യത്തിന്റെ കാരണമായിട്ടുള്ള അഹങ്കാരം സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രജുഡിസിന് കാരണമായിട്ട് നമ്മളുള്ള സംസ്കാരങ്ങളെ ദഹിപ്പിക്കാനാണ് ശരിക്കും ആങ്കർ ഉപയോഗിക്കുന്നത്. അതിനാണ് തപശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചുവിടുന്ന ഈ തരത്തിലുള്ള ഈ ശക്തി നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകും, ശുദ്ധീകരണത്തിന് കാരണമാകും. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നു, നമ്മുടെ ഹിന്ദു ഫിലോസഫി യജ്ഞം എന്ന് പറയുന്നു, സാക്രിഫൈസ് എന്ന് പറയുന്നു. ഇതൊക്കെ ശരിക്കും ഉള്ളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഉള്ളിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുറമേ ദേഷ്യം വരുന്നത്, വയലൻസ് ഉണ്ടാവുന്നത്. അപ്പൊ എവിടെയൊക്കെ പുറമേ വയലൻസ് ഉണ്ടാവുന്നു, അതിന്റെ കാരണം ആന്തരികമായിട്ടുള്ള പരിവർത്തനം സംഭവിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ രാഷ്ട്രപിതാവും പറഞ്ഞത്. പക്ഷെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനും ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറയുന്നതാണ് ശരി എന്നുള്ളത് അന്നത്തെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. കാരണം എന്താണ്? നമുക്കതിൻ്റെ ക്ഷമയില്ല, നമുക്കത് സ്വീകരിക്കാൻ ഉള്ള ക്ഷമയില്ല, നമുക്ക് ആ ലക്ഷ്യത്തിന്റെ ബോധമില്ല. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കും എന്നാണ് സഹജമാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും, എഫേർട്സ് ഇടേണ്ടി വരും. അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പാരഗ്രാഫ് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.